ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് സിമ്പിളായിട്ടുള്ളൊരു മുട്ട ബിരിയാണിയാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മുട്ട ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, സവാള, പച്ചമുളക് അരിഞ്ഞു വെച്ചത്, തക്കാളി അരിഞ്ഞു വെച്ചത്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അത് ചൂടായ ശേഷം നമുക്ക് നെയ്യിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനാണ് സവാളിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം, സവാള ഒന്ന് വഴന്ന് വരുന്നത് വരെ. അടുത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി. നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കടുത്തത് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കൊന്നും കൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച മുട്ട തോട് കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ മുട്ട ഇവിടെ തോട് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ എരിവ് കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തു. അടുത്തത് നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പുതിനയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ തോട് കളഞ്ഞു വെച്ച മുട്ട ഇതിലോട്ട് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആ മസാലയും ആ മുട്ടയും കൂടി ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള എഗ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കുക. അപ്പുറത്തെ സ്റ്റൗവിൽ നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. നമ്മൾ ഈ പാത്രത്തിൽ റൈസ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലോട്ട് റൈസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ദമ്മൊന്നും ഇടില്ല കേട്ടോ. ദമ്മില്ലാത്ത അടിപൊളി എഗ് ബിരിയാണിയാണ്. റൈസ് ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്, ദമ്മിടണില്ലല്ലോ. അപ്പോൾ റൈസ് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് നമ്മൾ ആ മസാലയിലേക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സെറ്റാക്കിയ ശേഷം കുറച്ച് മുകളിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കൊക്കെ വീട്ടിൽ പെട്ടെന്ന് ഒരു ബിരിയാണിയൊക്കെ കഴിക്കാൻ കൊതി തോന്നിയാൽ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. ചില വീടുകളിൽ മുട്ട എപ്പോഴും ഉണ്ടാവുമല്ലോ. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ ഇല്ലെങ്കിലും നല്ല അടിപൊളി മുട്ട ബിരിയാണി നമുക്ക് റെഡിയാക്കാം. അങ്ങനെ ഗരം മസാലയും മല്ലിച്ചപ്പും പുതിനയും നെയ്യൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലുണ്ട്, നല്ല അടിപൊളി സ്മെല്ലും, ഒരു രക്ഷയില്ല. ദമ്മൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ബിരിയാണി. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലോട്ട് അറിയിക്കുക. അങ്ങനെ കഴിച്ച് നോക്കിയിട്ട് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക.